ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഏകശ്ലോകി രാമായണം എന്നുണ്ട്. അതായത് രാമായണം ഫുള്ളായിട്ട് പാരായണം ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് രാമായണത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു 4 വരിയുള്ള ഒരു ശ്ലോകം. അതാണ് ഏകശ്ലോകി രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ധാരാളം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ കരുതുന്നു. ഇനിയിപ്പോൾ നമുക്ക് രാമായണം മാസം ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ നോർമലി ഇപ്പോൾ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വായിക്കാറുള്ള ആളുകൾക്ക് അറിയാം. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോരോ ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ദിവസം രാമായണത്തിൻ്റെ മാഹാത്മ്യം, രണ്ടാം ദിവസം, മൂന്നാം, അങ്ങനെ ഓരോ ദിവസവും ഓരോരോ ഭാഗങ്ങളായിട്ടായിരിക്കും നമ്മൾ രാമായണം വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 30 ദിവസം കൊണ്ട് രാമായണം സമ്പൂർണ്ണമായിട്ട് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും രാമായണ പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ ഒരു 5 മിനിറ്റിൽ അതിൻ്റെ ഒരു കഥ എന്ന പോലെ കുട്ടികൾക്കും പിന്നെ രാമായണത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാം എന്നൊരു തോന്നൽ. അപ്പോൾ ഞാൻ കരുതി നമുക്കൊരു സീരീസ് പോലെ രാമായണം ഇൻ 5 മിനിറ്റ്സ്, ഞാൻ തന്നിട്ട പേരാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് കരുതുന്നു. അതായത് ഓരോ ദിവസവും ഫസ്റ്റ് ദിവസം നമ്മൾ എന്തൊക്കെയാണോ പാരായണം ചെയ്യുന്നത്, അപ്പോൾ ആ പാരായണം ചെയ്യുന്ന ഭാഗത്തിൻ്റെ കഥ 5 മിനിറ്റിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അങ്ങനെ ഓരോ ദിവസവും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് 30 ദിവസം കൊണ്ട് രാമായണത്തിൻ്റെ കഥ മുഴുവൻ നമുക്ക് കേൾക്കാം. നോർമലി നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ കുട്ടികൾക്കത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അവർക്കത് കഥയായിട്ട് പറഞ്ഞു കൊടുത്താലാണ് അവർക്കത് മനസ്സിൽ നിൽക്കത്തുള്ളൂ. 30 ദിവസം കൊണ്ട് രാമായണ കഥകളൊക്കെ ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ നമുക്ക് 1-ാം തീയതി തൊട്ട് നമുക്ക് ഓരോ ദിവസവും പാരായണം ചെയ്യുന്ന ഭാഗങ്ങളുടെ കഥകൾ 5 മിനിറ്റ് കൊണ്ട് നമുക്കതൊന്ന് പറയാം. ഞാനത് ഷെയർ ചെയ്ത് തരാം. നോർമലി നമ്മളിപ്പോൾ കർക്കിടകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭവനങ്ങളും അതുപോലെ പരിസരമൊക്കെ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കി സൂക്ഷിക്കും. അതായത് നമ്മൾ ചേട്ടാ ഭഗവതി, ചില സ്ഥലങ്ങളിൽ ജ്യേഷ്ഠ ഭഗവതി എന്നൊക്കെ പറയും, അതിനെ പുറത്താക്കിയിട്ട് ശ്രീദേവിയെ, അതായത് ലക്ഷ്മി ദേവിയെ, അതായത് ഐശ്വര്യ ദേവതയെ നമ്മുടെ വീട്ടിലേക്ക് കുടിയിരുത്തും എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ശ്രീവേദി വയ്ക്കൽ എന്നൊക്കെ പറയും. പല നാട്ടിലും പല പല പേരിലായിരിക്കും, പല രീതിയിലായിരിക്കും അതുണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മൾ കർക്കിടകത്തിന് മുന്നേ നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കും എന്നൊരു പതിവുണ്ട്. അതിനുശേഷം നമ്മൾ കർക്കിടക മാസം 1-ാം തീയതി തൊട്ട് രാമായണം പാരായണം ചെയ്യും. രാമായണം പാരായണം ചെയ്യുമ്പോൾ നോർമലി നമ്മൾ രാവിലെയും അതുപോലെ സന്ധ്യയ്ക്കും നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ അഖണ്ഡ രാമായണ പാരായണം നടത്തുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഡേ ഫുള്ളായിട്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് രാമായണം കംപ്ലീറ്റ് ചെയ്യുന്നൊരു പതിവുണ്ട്. നമ്മൾ എഴുത്തച്ഛൻ്റെ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, അതാണ് നമ്മൾ മലയാളികൾ പാരായണം ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ഒരു കിളി രാമായണം നമുക്ക് വിശദീകരിച്ച് തരുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് അതിന് കിളിപ്പാട്ട് എന്ന് പറയുന്നത്. ഉമാമഹേശ്വര സംവാദമാണ്. ശ്രീ മഹാദേവൻ പാർവതി ദേവിക്ക് രാമായണ കഥ ഉപദേശിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതായിരിക്കും നമ്മളിനിയിപ്പോൾ ഇനി വരുന്ന 30 ദിവസങ്ങളിൽ നമ്മൾ അതിലെ കഥകളായിരിക്കും നമ്മളിനി കേൾക്കാൻ പോകുന്നത്. പറ്റുന്ന പോലെ അപ്പോൾ എല്ലാവരും ഫ്രീ ടൈം കിട്ടുന്ന ടൈമിൽ എല്ലാവരും ഏകശ്ലോകി രാമായണം പാരായണം ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ 4 അമ്പല ദർശനം നടത്താൻ സാധിക്കുന്നവർ അതുകൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു രാമായണ മാസം ആശംസിക്കും.